ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ചയുടെ അവസാന ദിവസം എത്തി നിൽക്കുകയാണ്. നമ്മൾ നാളെ ഈ കഴിഞ്ഞ ആഴ്ച പഠിച്ച വചനങ്ങൾ മുഴുവൻ ഒന്നുകൂടെ ആവർത്തിക്കും. ഈ വചനങ്ങളിലേക്ക് അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാസത്തിൻ്റെ പകുതിയും കടന്നു പോവുകയാണ്. ഒരു വർഷം 2025 തീരുവാൻ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധാലുക്കളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക, വളരെ സൂക്ഷിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി പിടിച്ചുകൊണ്ട് താഴ്മയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം സങ്കീർത്തനം 115:12 അതായിരുന്നു നാം ഇന്നലെ പഠിച്ച വചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. ഇന്ന് പഠിക്കുന്ന വചനവും അതിനോട് ചേർന്ന് തന്നെ പോകുന്ന ഒരു വചനമാണ്. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വചനം. 2 വചനം ചേർത്ത് പറഞ്ഞാലേ നമുക്കൊരു ആശ്വാസം കിട്ടത്തുള്ളൂ. അത് പറയുമ്പോൾ തന്നെ, നമ്മൾ വായിക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ. ഒരു ദൂതൻ വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നത് കണക്ക് നമുക്ക് അത് ഫീൽ ചെയ്യും. അത് ചേർത്ത് ഈശോയോട് ചേർന്നിരുന്നെന്ന് വായിച്ചേ എത്ര സുന്ദരമാണെന്നറിയാമോ. ഫസ്റ്റ് ലെറ്റർ ഓഫ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 6 and 7. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. Humble yourselves therefore under the mighty hand of God, so that he may exalt you in due time. Humble yourselves therefore under the mighty hand of God, so that he may exalt you in due time. Cast all your anxiety on him, because he cares for you. അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടെയാണ്. എത്ര ആശ്വാസമാണ് അല്ലേ? നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കാര്യത്തിൽ നിങ്ങളെ മറന്നിട്ടില്ല കേട്ടോ എന്ന് പറയുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ ആ വചനം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ 2 വചനവും ചേർത്ത് ഞാൻ വായിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയുമ്പം ഞാനും പഠിക്കുന്നു, നിങ്ങളും പഠിക്കുന്നു. വചനം പഠിക്കണം. വചനം കാണാതെ പഠിച്ച് ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയാൻ ആഗ്രഹിക്കുക. Cast all your burdens, cast all your anxiety on him. ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുത്തെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ ആ കരുതൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.